ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം കൂടെ വരും. അതുകൂടെ ഒന്ന് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് റെസിപ്പീസ് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുക്കർ നമുക്ക് ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ചെറുതായിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു സവാള എടുത്തത്. ഇനി നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണല്ലോ ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ വലിയൊരു സൈസിലുള്ള ഒരു സവാള മാത്രം എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അല്പം വലിയ ജീരകം ഇവ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 ടീസ്പൂൺ വലിയ ജീരകം എന്നിവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഉള്ളിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇവ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഒരു പാകത്തിനൊക്കെ എരിവുള്ളതായിരുന്നു കേട്ടോ. ഇനി നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഈ ഉള്ളിയൊക്കെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി കഴുകിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് ആണ് കേട്ടോ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഗൾഫിൽ സാധാരണ ഈ ഒരു അരി വെച്ചിട്ടാണല്ലോ നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കാറ്. ഞാനിതിവിടെ ഒരുപാട് ടൈം കുതിർത്താനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ബിരിയാണിയിലോട്ട് നല്ല തിളച്ച വെള്ളം ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അരി എടുത്ത ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഈ കെറ്റലിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് ഈ ഉള്ളിയും തക്കാളിയൊക്കെ എണ്ണയിൽ കടന്നിട്ട് നന്നായി ഉടഞ്ഞതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നന്നായി ഉടഞ്ഞതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നന്നായി എണ്ണയിൽ കടന്നിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാൻ കുറച്ചാട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കാരണം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ശേഷം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു മസാല ഐറ്റംസ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗരം മസാല ഒഴിവാക്കിയിട്ട് ആ ബിരിയാണി മസാല ഒരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കന് ഈ മസാല ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല വരുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് 1 മുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാരങ്ങാനീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ സുർക്കയോ തൈരോ ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ശേഷം ഇതിലോട്ട് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നാരങ്ങാനീരും മല്ലിയിലും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഈ ചിക്കന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മൾ ഈ നാരങ്ങാനീരും അതുപോലെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഇത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ ഉപ്പൊക്കെ ഇപ്പൊ പാകമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾ ചേർക്കുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കന് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അരി നേരത്തെ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ. അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് അരി ചെറുതായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇത് കുതിർത്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നേരിട്ട് അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ അരി ചിക്കന്റെ മുകളിൽ നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കാം. ഇത് ചിക്കനായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ, ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണല്ലോ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നത്. അപ്പൊ അത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് വേവിച്ചെടുത്ത സമയത്ത് കുറച്ചധികം വെള്ളം കൂടിപ്പോയിരുന്നു. അപ്പൊ അത്ര വെള്ളം വേണ്ട, 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലും അല്ല ഹൈ ഫ്ലെയിമിലും അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 വിസിൽ വരുന്ന വരെ ഈ ബിരിയാണി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്തത് അധികമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടായി വരുമല്ലോ. അപ്പോൾ 1.5 കപ്പ് ഓവറാണ്. 1 കപ്പ് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി വിസിൽ അടിച്ച് നമുക്ക് ഇതിന്റെ എയറൊക്കെ പോയി നന്നായിട്ട് എയറൊക്കെ പോയതിന്റെ ശേഷം നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് അരി ഉടയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു റൈസിൽ കുറച്ച് വെള്ളം ഓവറായിരുന്നു. അപ്പൊ നിങ്ങൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബിരിയാണി കിട്ടും. അപ്പൊ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ ടൈമില്ല, ഒരുപാട് പണിയാണല്ലോ അത് ഉണ്ടാക്കാനൊന്നും കരുതണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കരുത്, അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കണ്ട. അതിന്റെ ആ ഇടയിലുള്ള ഒരു മീഡിയം ഫ്ലെയിം ഉണ്ടല്ലോ അതിൽ തന്നെ വേവിച്ചെടുക്കണം. എന്നാലേ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി